ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ ഈ ചാനലിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേയധികം വീഡിയോസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് നമ്മുടെ വ്ളോഗുകൾ, അതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള, അതുപോലെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും, അങ്ങനെയുള്ള കുറേയധികം വീഡിയോസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ എങ്ങനെയാണോ നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബിഗ് ബോസ്. അതായത് നമ്മുടെ ഏഷ്യാനെറ്റിലെ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ 6 ഒരു റിയാലിറ്റി ഷോയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മിക്ക ആൾക്കാരും ആ ഒരു ബിഗ് ബോസും അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവരായിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി ബിഗ് ബോസിൻ്റെ റിവ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വ്ളോഗുകൾ ഉണ്ടാവും, ട്രാവലിംഗ് വ്ളോഗ്സ് ഉണ്ടാവും, പിന്നെ ചെറുതായിട്ട് ഞാൻ പാട്ടൊക്കെ പാടും, പാട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6, അതായത് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറികളും വഴക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മിക്ക ഒരു ഏഷ്യാനെറ്റിൽ പ്രൊമോയൊക്കെ കണ്ടിട്ടുണ്ടാവാം. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് നടക്കുകയാണ്. അപ്പോൾ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗബ്രിയും ജിൻഡോ, നമുക്കറിയാം ഗബ്രിയും അതുപോലെ ശരണ്യ, ശ്രീരേഖ, ഋഷി ഇവർ പവർ ടീമിലാണ് ഉള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ പവർ ടീമിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഈ ആഴ്ച ജയിച്ച് വന്നിരിക്കുന്ന ഡെൻ ടീമാണ്. അപ്പോൾ ഡെൻ ടീമിലുള്ളത് നമ്മുടെ ജിൻഡോ, അൻസിബ, നമ്മുടെ ജാസ്മിൻ ഇവരാണുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു പിടുത്തവും വലിയൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഒരു എന്താ പറയുക, രണ്ടുപേരും കൂടെ അങ്ങും ഇങ്ങും ഇറുക്കി പിടിക്കുമ്പോഴത്തേക്കും ജിൻഡോ ഗബ്രിയെ ഒന്ന് പൂട്ടിട്ട് പിടിച്ചു. അപ്പോൾ ആ ഒരു ഇതിൽ ഗബ്രിക്ക് ശ്വാസം മുട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഗബ്രി നമ്മുടെ ജിൻഡോയെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു. അതായത് മുടിയിലൊക്കെ പിടിച്ച് വലിക്കുകയും മേലൊക്കെ ആകെ മാന്തി കീറുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ലൈവ് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും ആ ഒരു സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനും ആ ലൈവ് കണ്ടതാണ്. അപ്പോൾ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ചൊക്കെ മാറ്റി അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതൊരു ഗെയിമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാതെ നല്ല രീതിയിൽ ആ ഒരു ഗെയിം കളിക്കാൻ ബിഗ് ബോസ് അവർക്ക് നിർദ്ദേശം കൊടുത്തു. വീണ്ടും ആ ഒരു ഗെയിം കളിച്ചു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജിൻഡോയുടെ ഗ്രൂപ്പിലാകെ 3 പേരുള്ള, അതായത് ജിൻഡോ, അൻസിബ, ജാസ്മിൻ്റെ കാര്യം നമുക്കറിയാലോ. ജാസ്മിൻ ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന് പറയുന്ന പോലെ ജാസ്മിൻ എപ്പോഴും ഗെയിമിലാണെങ്കിലും എല്ലാത്തിലും ഗബ്രിയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ എതിർ ടീമിലാണ് ഗബ്രി. അങ്ങനെ നമ്മുടെ ജാസ്മിൻ ജിൻഡോയുടെ കൂടെ നിന്നാൽ കളിക്കുന്നെങ്കിലും ഫുൾ സപ്പോർട്ട് ഗബ്രിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജിൻഡോയുടെ ടീം അവിടെ തോക്കുകയാണ്. വീണ്ടും ജയിച്ചത് ഇനി അടുത്ത ആഴ്ചത്തെ പവർ ടീമിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ടീം തന്നെയാണ്. അതായത് ഗബ്രി, ഋഷി, ശരണ്യ, ശ്രീരേഖ ഇവർ തന്നെയാണ് അടുത്ത ആഴ്ച പവർ ടീമിലേക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനഃപൂർവ്വം എല്ലാവരും ജിൻഡോയെ കുറ്റപ്പെടുത്തുന്ന പോലെ, അല്ലെങ്കിൽ പുള്ളിയുടെ മേത്ത് എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കുന്ന പോലെ തോന്നി. നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ അറിയാം ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത്. നമുക്ക് കാണുമ്പോൾ അറിയാം. ആക്ച്വലി ഈ ജിൻഡോ എന്ന് പറയുന്ന ആൾ കുറച്ചൊരു ജിംനേഷ്യക്കാരനാണ്. എങ്കിൽ പോലും പുള്ളിക്ക് എന്താ പറയുക, വളരെ ബുദ്ധിപരമായിട്ടൊന്നും കളിക്കാൻ പുള്ളിക്ക് അറിയില്ല. പുള്ളി എല്ലാവരും അവിടെ ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ ഒരു മണ്ടൻ എന്നുള്ളൊരു പദവിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പുള്ളി ഗെയിമിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ആ ഒരു ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും കുറേയധികം പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റി. അത് കൂടാതെ അവിടുത്തെ ബിഗ് ബോസ് ഹൗസിലെ ഒരു പ്രോപ്പർട്ടി താഴെ വീണു, ഒരു ചില്ലിൻ്റെ ഒരു പ്രോപ്പർട്ടി താഴെ വീണു പൊട്ടി. അങ്ങനെ എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. ആ ഒരു ടാസ്ക് കുറച്ച് പ്രശ്നങ്ങളായി, ബഹളങ്ങളായി, അങ്ങും ഇങ്ങും കുറേയധികം ഉന്തും തള്ളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത് വലിയ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ അവിടെ ഈ ഗബ്രി, എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗബ്രി മനസ്സിൽ ജിൻഡോയോട് ഒരുപാട് വൈരാഗ്യം വെച്ചിട്ട് പെരുമാറുന്ന പോലെ ഈ ഒരു ടാസ്കിൽ നമുക്ക് തോന്നി. എനിക്കങ്ങനെ തോന്നി.
അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ പിടിച്ചപ്പോഴത്തേക്കും ഗബ്രി ഭയങ്കരമായിട്ട് ജിൻഡോയെ ഉപദ്രവിച്ചു. അതായത് കൈയൊക്കെ മാന്തി മുടിക്കുത്തിനൊക്കെ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ഗബ്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ശരണ്യയുടെ മുടിയിലോ മറ്റോ പിടിച്ച് നമ്മുടെ ജിൻഡോ വലിച്ചു. അങ്ങനെ അതും ഒരു പ്രശ്നമായി. ഇപ്പം മൊത്തത്തിൽ പ്രശ്നമായിരിക്കുകയാണ്. എന്തായാലും ഈ ശനി ഞായറും നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളാണ്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു വാണിംഗ് ഒക്കെ നമ്മുടെ ജിൻഡോയ്ക്കും ഗബ്രിക്കൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നതല്ല. അപ്പോൾ നമുക്കറിയാം ഇതിന് മുന്നേ റോക്കിയും അതുപോലെ തന്നെ നമ്മുടെ സിജോയും തമ്മിൽ ഇതുപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായതിൻ്റെ പേരിലാണ് റോക്കി പുറത്തായത്. ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്കറിയാം. അത് പുറത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ജിൻഡോയെയാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകർ ഈ സംഭവങ്ങളെല്ലാം കണ്ടതാണ്. ജിൻഡോയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള തെറ്റുകൾ ജിൻഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എല്ലാവരും ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട്, നല്ല ഫാൻസ് ഉണ്ട്, പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം പുള്ളി അവിടെ ചെയ്യുന്നത് എന്താണ്. പുള്ളി മറ്റുള്ളവരെ പോലെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമാനായിട്ടൊന്നും അല്ല കളിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ സത്യസന്ധനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പുറത്ത് കുറേ അധികം പ്രേക്ഷകർ സപ്പോർട്ടുണ്ട്. ഞാനും ഹോട്ട്സ്റ്റാറിൽ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ലാലേട്ടൻ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ കൂടുതൽ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നന്ദനയും ജാസ്മിനും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടായി. അതായത് നമുക്കറിയാം ജാസ്മിൻ ജിൻഡോയുടെ ഗ്രൂപ്പിലായിരുന്നെങ്കിലും ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും എന്താ പറയുക കളിച്ചത്. അപ്പോൾ നന്ദന ചോദിച്ചു ജാസ്മിൻ 2 വെള്ളത്തിൽ കാല് ചവിട്ടിയിട്ടല്ലേ ഗെയിം കളിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ നന്ദനയും ജാസ്മിനും തമ്മിൽ അവിടെ ഭയങ്കര ഒരു ഫൈറ്റ് ഉണ്ടാകുകയാണ്. കാര്യം സത്യം പറഞ്ഞാൽ നന്ദന ചോദിച്ചത് കറക്റ്റ് കാര്യമാണ്. ജാസ്മിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ഗബ്രി കഴിഞ്ഞിട്ടേ ബാക്കി അവിടെ എന്തോ ഉള്ളൂ. അതിനുള്ള ഉത്തമ ഉദാഹരണം ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടതാണ്. 2 പേരും കൂടെ ഒരുപാട് നേരം റൂമിലിരുന്നിട്ട് ഭയങ്കര സംസാരമായിരുന്നു. ഭയങ്കര സംസാരം എന്ന് വെച്ചാൽ ഭയങ്കര സംസാരം. അവർ പറയുന്നുണ്ട് അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവൃത്തികൾ അങ്ങനെ ഒരു രീതിയിലല്ല. ഒരു റിലേഷൻഷിപ്പിലുള്ള പോലത്തെ രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചും ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ആഴ്ച ആരൊക്കെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും വൈൽഡ് കാർഡായിട്ട് കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ സിബിനും പൂജയും പുറത്തായിരിക്കുകയാണ്. കാരണം 2 പേർക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും അസുഖത്തെ തുടർന്നിട്ടാണ് അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം സിബിന് എനിക്ക് എന്താ പറയുക നല്ലൊരു ഗെയിമർ ആയിരുന്നു സിബിനും. അതുപോലെ തന്നെ പൂജയും നല്ല ഗെയിമേഴ്സ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന് സിബിൻ്റെ അടുത്ത് കുറേ ചൂടാവുകയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ മാനസികമായിട്ട് പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് പുള്ളിക്ക് അവിടെ നിൽക്കാനും ഗെയിം കളിക്കാനും പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ സിബിൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയി. പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫൈനലിൽ എത്തേണ്ട ഒരാൾ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് സങ്കടമുണ്ട്. എന്തായാലും ബാക്കിയുള്ളവരെങ്കിലും നന്നായിട്ട് കളിക്കട്ടെ. എക്സ്പെഷ്യലി നമ്മുടെ ഫുൾ സപ്പോർട്ട് ജിൻഡോയ്ക്കാണ്. അപ്പോൾ എന്തായാലും ലൈവ് കണ്ടവർക്കും ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കും. അത് കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകും ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ കുറേയധികം വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനലിൽ ഇനി ഇടുന്ന കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും. അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ വ്ളോഗുകൾ, പാട്ടുകൾ, പിന്നെ ചാനൽ റിവ്യൂസ്, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ആണെങ്കിലും റിവ്യൂസും കാര്യങ്ങളും, അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ചാനൽ ഇനി ഇടാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തത് ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.